ഹായ് ഓൾ, വെൽക്കം ടു MC. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ട്രേഡിംഗ് എല്ലാ ആൾക്കാരും പഠിച്ച് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒരു ബിഗിനർ ആണെങ്കിലും അല്ലെങ്കിൽ ട്രേഡിംഗ് ലോസ് വരുന്ന ആളാണെങ്കിലും എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ പഠിച്ച് ചെയ്ത് നിങ്ങളുടെ നഷ്ടം കുറയാം, അല്ലെങ്കിൽ പഠിച്ച് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആവാന്ന് പറയുന്നുണ്ട്. ഈ പഠിച്ച് ചെയ്യുന്ന പറയുന്ന ഇപ്പൊ ഏകദേശം ഒന്ന് നോക്കും, ഒരു ട്രേഡറിന്റെ ആവശ്യം എന്താണ്? എപ്പോഴും ഒരു ട്രേഡറിന് എപ്പോഴും പ്രോഫിറ്റബിലിറ്റിയാണ് നോക്കുന്നത്. എങ്ങനെയെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കണം. ഒരു ട്രേഡർ ആവാനായിട്ടുള്ള എലിജിബിലിറ്റി ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങുക, ബൈയും സെല്ലും. അതല്ലെങ്കിൽ ആൾക്കാർ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു മെന്ററോ അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുത്തോ അല്ലെങ്കിൽ യൂട്യൂബോ അല്ലെങ്കിൽ സബ്ജക്റ്റീവായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യാൻ പറയും. ഓക്കെ, സോ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡർ പ്രോഫിറ്റബിൾ ട്രേഡർ ആവാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ള ഒരു ട്രേഡർ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഈസിലി ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് പോകണം. ഓക്കെ, സോ നിങ്ങളുടെ ആവശ്യം പ്രോഫിറ്റ് എങ്ങനെയെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മെന്ററിന്റെ അടുത്ത് പഠിക്കാൻ പോകുന്ന സമയത്ത് അവരും പറയുന്നുണ്ട് നിങ്ങൾക്ക് 2 മാസം 3 മാസം കൊണ്ട് നിങ്ങൾ പ്രോഫിറ്റബിൾ ട്രേഡർ ആക്കാം. സോ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയാണ്. മാർക്കറ്റിൽ ഇപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാള്, നന്നായിട്ട് മദ്യപിക്കുന്ന ഒരാള് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മദ്യപാനം മാറ്റാനായിട്ട് നമ്മൾ എന്താ ഒരു ഡി അഡിക്ഷൻ സെന്ററിലോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഡി അഡിക്ഷൻ സെന്ററിൽ അവരെന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്, നിങ്ങൾ മദ്യപിക്കാതെ ഇരിക്കാനായിട്ട് എന്തൊക്കെയാ ചെയ്യാണ്ടേ, അതിന്റെ റീസൺസ് അല്ലെങ്കിൽ അതിന് ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അവരും അവിടെ മദ്യം തന്നെയാണ് വിളമ്പുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇയാളുടെ ആ ഒരു അഡിക്ഷൻ മാറ്റിയെടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഇയാളുടെ ആ ഒരു ബിഹേവിയർ അവിടെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റൂ. അതുപോലെ ട്രേഡിംഗ് എപ്പോഴും നിങ്ങൾ പ്രോഫിറ്റബിൾ നിങ്ങൾക്ക് എപ്പോഴും പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഒരു കൺസേൺ ഉള്ളതുകൊണ്ടാണ് ട്രേഡിംഗിന് ഒരിക്കലും പ്രോഫിറ്റ് കിട്ടാത്തത്. പ്രോഫിറ്റ് മാത്രമാണ് നിങ്ങളുടെ കൺസേൺ എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ഒരു കോഴ്സ് പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു ട്രേഡറിന്റെ ഒരു മെന്റർഷിപ്പ് എടുക്കുന്ന സമയത്ത് അവർ പറയുന്നത് എന്താണ്? നിങ്ങൾ നമ്മുടെ കൂടെ ലൈവായിട്ട് ഇരുന്ന് ട്രേഡ് ചെയ്യും. ലൈവായിട്ട് ട്രേഡ് ചെയ്ത് ഞാൻ ട്രേഡിംഗ് പഠിപ്പിക്കാം. ഒരു ലൈവായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ലോജിക്കലി ചിന്തിക്കുക. ഒരാൾ പറയുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ലോജിക്കലി ചിന്തിക്കുക. ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യം എന്താണ്? പ്രോഫിറ്റ്. ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യം പ്രോഫിറ്റ്. ബൈ ചാൻസ് ആ ട്രേഡ് എടുത്ത് നിങ്ങൾക്ക് ലോസ് ആയി കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? ആ ലോസ് റിക്കവർ ചെയ്യാനായിട്ടായിരിക്കും നിങ്ങൾ അടുത്ത ട്രേഡ് നോക്കുന്നത്. സോ ഒരു ബിഗിനർ ട്രേഡറിന്റെ കാര്യം ഞാൻ പറഞ്ഞത്, ട്രേഡിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്രയും സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. അത് മാർക്കറ്റിൽ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലി അനലൈസ് ചെയ്ത് നോക്കുക. ബൈയും സെല്ലും അല്ല, ചാർട്ടിൽ അനലൈസ് ചെയ്ത് നോക്കുക. തേർഡ്, നിങ്ങൾ ഒരു ഡെമോ അക്കൗണ്ടിൽ അത് ആപ്ലിക്കേഷൻ ലെവലിൽ ചെയ്ത് നോക്കുക, വർക്ക്ഔട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഈ 3 നിങ്ങൾക്ക് ഏകദേശം കൺട്രോൾ ആയി കഴിഞ്ഞാൽ 4th സ്റ്റേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു റിയൽ അക്കൗണ്ട് എടുത്ത് ട്രേഡ് ചെയ്യാം, ഒരു ശരിക്കുള്ള ഒരു അക്കൗണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് എന്തായാലും സൈക്കോളജി കുറച്ചുകൂടെ പാടായിരിക്കും കൺട്രോൾ ചെയ്യാൻ. ബട്ട് ഒരു അഡ്വാൻറ്റേജ് എന്താണ്? നിങ്ങൾ ചെയ്യുന്ന സിസ്റ്റം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. മറ്റേത് എന്താ? അതല്ല, നിങ്ങൾ ആദ്യമേ കയറി ട്രേഡ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയി, ലോസ് ആയി. ട്രേഡിംഗിൽ ഏറ്റവും വലുതായിട്ട് ഏറ്റവും വലിയൊരു ഫാക്ടർ ട്രേഡിംഗിൽ നിങ്ങൾ സക്സസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈക്കോളജി കൺട്രോൾ ചെയ്യാൻ പറ്റണം, ട്രേഡിംഗിന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഇത് ആദ്യമേ കയറി നിങ്ങൾ ട്രേഡ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഇനിഷ്യലി തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സബ്ജക്റ്റീവ് ആയിട്ട് ക്ലിയർ ആയിട്ടില്ല. നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിക്കും തോറും അത് മാർക്കറ്റിൽ അപ്ലൈ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇമോഷൻസ് എങ്ങനെ സ്റ്റേബിൾ ആവുന്നത്? സോ ആലോചിച്ച് നോക്കുക. ട്രേഡിംഗ് പഠിച്ച് തന്നെ ചെയ്യണം. ബട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിഞ്ഞിട്ട് വേണം മാർക്കറ്റിൽ ഇറങ്ങാനായിട്ട്. അതല്ലാതെ ഒരാളൊരു സ്ട്രാറ്റജി പറഞ്ഞു, അത് വർക്ക്ഔട്ട് ആവും ഇല്ല എന്ന് അറിയാനായിട്ട് റിയൽ അക്കൗണ്ടിൽ കുറച്ച് ഫണ്ട് ഇട്ടു, പൈസ ഉണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ട്രേഡിംഗ് വരുന്ന എല്ലാവരുടെ അടുത്തും കൂടെ ഞാൻ പറയുന്നത്, പൈസ ഉണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്, കളയാൻ വളരെ എളുപ്പമാണ്. അത് ട്രേഡിംഗിൽ വളരെ ഈസി ആയിട്ട് കളയാൻ പറ്റും. സോ നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ രൂപയ്ക്ക് ഒരു വില വേണം. ട്രേഡിംഗ് പൈസ കളഞ്ഞ് തന്നെ പഠിക്കണമെന്നുള്ള പോകില്ലെന്ന് ഞാൻ പറയുന്നില്ല. ചെറിയ ലോസ് വരുന്ന സമയത്ത് ആ മിസ്റ്റേക്ക് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് പഠിച്ചാൽ പോരെ. നിങ്ങൾ എന്തിനാ വലിയ ലോസും വലിയ മിസ്റ്റേക്സ് നോക്കുന്നത്? നിങ്ങൾ ട്രേഡിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ആ സിസ്റ്റം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചാർട്ടിൽ അനലൈസ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ബൈയും സെല്ലും ചെയ്യാൻ ഡെമോ അക്കൗണ്ട് മതി. ആ ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ ആ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് പഠിച്ചതിന് ശേഷം റിയൽ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് ആ സൈക്കോളജി കൂടെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചാൽ പോരെ. എല്ലാ ആൾക്കാരും പറയും ഡെമോ അക്കൗണ്ട് ചെയ്യുമ്പോൾ നേരെ ചെയ്യാൻ പറ്റുന്നുണ്ട്, റിയൽ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഒരിക്കലും ഇല്ല. ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾക്ക് സൈക്കോളജി വർക്ക്ഔട്ട് ആവില്ലായിരിക്കാം. ബട്ട് ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾ എങ്ങനെയാണോ ചാർട്ട് മോണിറ്റർ ചെയ്ത് ചെയ്യുന്നത് അത് നിങ്ങൾ ആദ്യം ഡെമോയിൽ ക്ലിയർ ആക്കും. അതിനുശേഷം അടുത്ത സ്റ്റേജിൽ നിങ്ങൾ റിയൽ അക്കൗണ്ടിലോട്ട് പോകും. ഈ പ്രോസസ്സിൽ നിങ്ങൾക്ക് വലിയൊരു ഫണ്ട് പോകത്തില്ല. ഒരു മിനിമം ഒരിക്കലും ട്രേഡിംഗ് ലോസ് ഇല്ലാതെ പഠിക്കാൻ പറ്റത്തില്ല. ബട്ട് മിനിമം ലോസിൽ ട്രേഡിംഗ് പഠിക്കാൻ ശ്രമിക്കൂ. ഈ ഫേക്ക് ആയിട്ടുള്ള പ്രോമിസസ് മാറ്റൂ. 2 മാസം 3 മാസം കൊണ്ട് പ്രോഫിറ്റബിൾ ട്രേഡർ ആക്കാന്ന് പറയുന്ന ആൾക്കാരെടുത്ത് ചോദിക്കുക, നിങ്ങൾ 2 3 മാസം കൊണ്ട് പ്രോഫിറ്റബിൾ ട്രേഡർ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ലോസ് അവർ ബിയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. സോ ഫേക്ക് ആയിട്ടുള്ള ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു പ്രോമിസസിൽ ഇതിൽ വരാതിരിക്കുക. സോ ട്രേഡിംഗിന്റെ ഒരു പ്രശ്നം അതാണ്. നിങ്ങൾ ലോസ് ആയി കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾക്ക് ഹോപ്പ് വന്നുകൊണ്ടിരിക്കുന്നത് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രദ്ധിച്ച് പ്രോപ്പർ ആയിട്ടൊരു എഡ്യൂക്കേഷൻ, അത് നന്നായിട്ട് പഠിച്ചതിന് ശേഷം പഠിക്കാൻ ഒരു മെന്റർ തന്നെ വേണമെന്നുമില്ല. പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഒരു മെന്റർ, നല്ലൊരു മെന്റർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഒരു വലിയൊരു ഡ്യൂറേഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു ലോങ് ടൈം പ്രോസസ് ആയിട്ടാണ് നിങ്ങൾ ചെയ്തു വരുന്നെങ്കിൽ ഓരോ മിസ്റ്റേക്സിനും നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ട്രേഡർ ആവാൻ പറ്റും. ട്രേഡിംഗിൽ ഒരുപാട് റോക്കറ്റ് സയൻസ് ഇല്ല.
ട്രേഡിംഗ് നിങ്ങൾ പ്ലെയിൻ ആയിട്ട് കാണാം, പ്ലെയിൻ ആയിട്ട് നിങ്ങൾ ചാർട്ട് കണ്ട് അനലൈസ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് ഒരു പറയാൻ എളുപ്പമാണ്, അത് സൈക്കോളജിക്കലി മാനേജ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ബട്ട് നിങ്ങൾ പ്രൊഫഷണൽ ട്രേഡർ ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ആ റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റണം. സോ ഈ ഒരു കണ്ടന്റ് എന്ന് മെൻഷൻ ചെയ്യണമെന്ന് തോന്നി. താങ്ക് യു ഗൈസ്, ബൈ.